Hello students, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് നമ്മൾ പ്ലേസ് ഹോൾഡേഴ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടു സെലക്ട് എ പ്ലേസ് ഹോൾഡർ. ഒരു പ്ലേസ് ഹോൾഡർ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ദ ടെക്സ്റ്റ് ഇൻ ദ പ്ലേസ് ഹോൾഡർ ഫസ്റ്റ് ടു സീ ദ പ്ലേസ് ഹോൾഡർ ബോർഡർ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലേസ് ഹോൾഡറിനകത്ത് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്ലേസ് ഹോൾഡറിനകത്ത് വന്ന മാറ്റം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. However, the mouse over the edge of the placeholder, once a placeholder is selected, it will have a solid line instead of dotted line as shown in the picture. അതായത് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഡോട്ടഡ് ലൈനിൽ കുറച്ചും കൂടെ ഒരു സോളിഡ് എഫക്റ്റ് വന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടെ തിക്കറായിട്ടും അതിനൊരു ബോർഡർ വന്ന പോലെ ഒരു ഫീല്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കുന്ന രീതിക്ക് നമ്മുടെ കഴ്സർ എന്ത് ചെയ്യും? ഇവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൂടാതെ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെയാണ് മെയിൻലി നമ്മൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ പ്ലേസ് ഹോൾഡറിനകത്ത് ടെക്സ്റ്റ് അതായത് പ്ലേസ് ഹോൾഡറിനകത്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്. ഇനി ടു മൂവ് എ പ്ലേസ് ഹോൾഡർ, ഒരു പ്ലേസ് ഹോൾഡർ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടു മൂവ് എ പ്ലേസ് ഹോൾഡർ, സെലക്ട് ദ പ്ലേസ് ഹോൾഡർ, ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു ദ ഡിസൈഡ് ലൊക്കേഷൻ. നമുക്ക് എവിടെയാണോ ഈ നമ്മുടെ പ്ലേസ് ഹോൾഡർ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൂവ് ചെയ്യാനും പറ്റും. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ടൈറ്റിൽ ഇവിടെ നിന്ന് വേണം പ്രസൻ്റായി വരാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും, ക്രോപ്പ് ചെയ്യാനും പറ്റും. ക്രോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ റീസൈസ് എന്നുള്ള പോർഷനകത്ത് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ടു റീസൈസ് എ പ്ലേസ് ഹോൾഡർ, സെലക്ട് ദ പ്ലേസ് ഹോൾഡർ വിച്ച് യു വാണ്ട് ടു റീസൈസ്. നിങ്ങൾക്ക് റീസൈസ് ചെയ്യേണ്ട പ്ലേസ് ഹോൾഡറിനെ ആദ്യം എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. സൈസിങ് ഹാൻഡിൽ വിൽ അപ്പിയേഴ്സ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സൈസിങ് ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതായത് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു തരം ഓപ്ഷൻ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അവൈലബിൾ ആവും. അണ്ടിൽ ദ പ്ലേസ് ഹോൾഡർ ഈസ് ഡിസൈഡ് സൈസ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലേക്ക് മാറ്റി കഴിയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. You can see the corner sizing handle to change the placeholder height and width at the same time. ഇതിനകത്ത് ഈ കോർണറിൽ വെച്ച് ഇങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലൂടെ എന്ത് ചെയ്യും? ഹൈറ്റും ചേഞ്ച് ആക്കാൻ പറ്റും, വിഡ്ത്തും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അടുത്തത് ടു ഡിലീറ്റ് എ പ്ലേസ് ഹോൾഡർ. ഒരു പ്ലേസ് ഹോൾഡർ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിന് മുമ്പ് ഒരു പോർഷൻ വരുന്നുണ്ട്. ടു റൊട്ടേറ്റ് എ പ്ലേസ് ഹോൾഡർ. എങ്ങനെയാണ് ഒരു പ്ലേസ് ഹോൾഡർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഇൻ ദ സ്ലൈഡ് പെയിനകത്ത് ക്ലിക്ക് ദ പ്ലേസ് ഹോൾഡർ യു വാണ്ട് ടു റൊട്ടേറ്റ്. നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട പ്ലേസ് ഹോൾഡറിനെ ആദ്യം സെലക്ട് ചെയ്യുക. drag the rotate handle circle in the desired direction. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഈ പ്ലേസ് ഹോൾഡറിൻ്റെ ടോപ്പിലായിട്ട് ഒരു സർക്കിൾ മോഡൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആരോ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒന്നുകിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ചരിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ചരിവ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അടുത്തതാണ് ടു ഡിലീറ്റ് എ പ്ലേസ് ഹോൾഡർ. എങ്ങനെയാണ് പ്ലേസ് ഹോൾഡർ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന്. To delete a placeholder, select the placeholder which you want to delete, then press the delete or backspace key on the keyboard. നമ്മൾ നേരത്തെ സ്ലൈഡ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ
ആ പ്ലേസ് ഹോൾഡർ അങ്ങ് റിമൂവ് ആവും. അല്ലെങ്കിൽ ഞാനിത് അൺഡു ചെയ്തിട്ട് ബാക്ക് സ്പേസും കൂടെ പ്രസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ബാക്ക് സ്പേസ് കീ നമ്മുടെ കീബോർഡിനകത്ത് പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതുപോലെ സെയിം പോലെ തന്നെ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്തപ്പോഴും അതെന്തായി, നമ്മുടെ ഈ ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ എന്ത് സംഭവിച്ചു, ഈ സ്ക്രീനിൽ നിന്ന് തന്നെ റിമൂവ് ആയി പോയി. നമുക്കിതിനെ ഒന്നുകൂടെ അൺഡു ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ദെൻ ടു ആഡ് എ ടെക്സ്റ്റ് ബോക്സ്. നമുക്ക് നമ്മുടെ ഈ ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിനകത്ത് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റ് ബോക്സ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ബോത്ത് പ്ലേസ് ഹോൾഡർ ആൻഡ് ടെക്സ്റ്റ് ബോക്സസ്. നമുക്ക് നമ്മുടെ പ്ലേസ് ഹോൾഡറിനകത്ത് ടെക്സ്റ്റും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ബോക്സും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ടിങ് ടെക്സ്റ്റ് ബോക്സ് അലൗസ് യു ടു add to the slide layout. Unlike placeholder, text boxes always stay in the same place even if you change the theme. നിങ്ങൾ ഈ തീം ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ടെക്സ്റ്റ് ബോക്സസ് അവൈലബിൾ ആണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് തന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. താഴെ കാണുന്ന ഈ സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറും ഒരു ടെക്സ്റ്റ് ബോക്സ് പോലെയാണ്. അതുകൂടാതെ നമ്മുടെ ലേഔട്ടിനകത്ത് തന്നെ പല ടൈപ്പിലുള്ള ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എന്താണ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യാം, unlike placeholders, text box always stay in the same place even if you change the theme. നിങ്ങൾ തീം മാറ്റുന്നവരെ എന്ത് സംഭവിക്കും, ഇതിനകത്തുള്ള ടെക്സ്റ്റ് ബോക്സ് ഇതിനകത്ത് തന്നെ ഓൾ ടൈം അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് വരെയും ഇതിനകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് കാണും. ടു ആഡ് എ ടെക്സ്റ്റ് ബോക്സ്, ഇതുകൂടാതെ എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫ്രം ദ ഇൻസേർട്ട് ടാബ് സെലക്ട് ദ ടെക്സ്റ്റ് ബോക്സ് കമാൻഡ് ഓൺ ദ ടെക്സ്റ്റ് ബോക്സ് കമാൻഡ് ഓൺ ദ ടെക്സ്റ്റ് ബോക്സ് കമാൻഡ് ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഹോം ടാബിൽ നിന്ന് എങ്ങോട്ടേക്ക് കടക്കണം, ഇൻസേർട്ട് ടാബിലേക്ക് കടക്കണം. ഇൻസേർട്ട് ടാബിൽ എന്തുണ്ട്, ടെക്സ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് ടെക്സ്റ്റ് ബോക്സ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. കമാൻഡ് ഗ്രൂപ്പിനകത്ത് എന്തൊക്കെയുണ്ട്, ആദ്യം ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ട്, വേർഡ് ആർട്ട് ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, സ്ലൈഡ് നമ്പർ, ദെൻ ഒബ്ജക്റ്റ്. ഇതിനകത്ത് നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം വേർഡിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ സ്ലൈഡ് നമ്പറും ഒബ്ജക്റ്റും മാത്രമായിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻസേർട്ട് ടാബിൽ നിന്ന് ടെക്സ്റ്റ് കമാൻഡ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് സെലക്ട് ചെയ്യാണ്, ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ വരുന്നു, നമ്മുടെ ടെക്സ്റ്റ്, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത്, അതായത് ഒന്നുകൂടെ ഇൻസേർട്ട് ടാബിൽ വന്ന് നമ്മുടെ ഈ ടെക്സ്റ്റ് കമാൻഡ് ഗ്രൂപ്പിൽ നിന്ന് ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ ഓപ്പൺ ആയി വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഇതിപ്പോൾ ഇവളുടെ ഈ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സൈസ് ഇങ്ങോട്ടേക്ക് വരാത്തത്. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അടുത്തത് ഓർഗനൈസിങ് പ്രസൻറ്റേഷൻ. അതായത് ഓർഗനൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ടു മേക്ക് ഇറ്റ് ഈസിയർ ടു ഓർഗനൈസ് ആൻഡ് ഫോർമാറ്റ് എ ലോങ് പ്രസൻറ്റേഷൻ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു സെക്ഷൻസ്. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 50-60 സ്ലൈഡ്സ് വരെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനെ ജസ്റ്റ് ഓരോ സെക്ഷൻ്റെ ഓരോ ഹെഡിങ്ങിൻ്റെ കീഴിലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ഒരു 4-5 സ്ലൈഡ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ, ഇത് ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹെഡിങ്ങിൻ്റെ താഴെ കൊണ്ടുവരാൻ പറ്റും.
അടുത്തത് കണ്ടന്റ് ഇത്രയാണ് എന്ന് പറഞ്ഞ് ഒരു 10-12 സ്ലൈഡ്സിന് നമുക്ക് കണ്ടന്റിലേക്ക് കൊണ്ടുവരാം. പിന്നെ അതിനെ റിലേറ്റ് ചെയ്യുന്ന ടേബിൾസ് ആണ് എന്ന് പറഞ്ഞ് അടുത്ത സെക്ഷന് ടേബിൾസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സെക്ഷനായിട്ട് ആഡ് ചെയ്യാം. സെക്ഷനായിട്ട് ആഡ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ തംബ്നെയിൽ പെയിൻ എന്നുള്ളത് അവിടെ സ്ലൈഡ്സൊക്കെ എല്ലാം കൂടെ എന്ത് ചെയ്യും, ഓരോ ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് അല്ലെങ്കിൽ ഓരോ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പോലെ മാത്രമേ കാണുകയുള്ളൂ. ഇത്രയും സ്ലൈഡ്സ് ഒന്നും നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആദ്യത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇൻട്രൊഡക്ഷനകത്തുള്ള സ്ലൈഡ്സ് മാത്രമേ താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്ലൈഡ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇതുപോലെ കണ്ടന്റ് എന്നുള്ളതോ അല്ലെങ്കിൽ പിക്ചേഴ്സ് എന്നുള്ളതോ നിങ്ങൾ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ സെക്ഷൻ്റെ കീഴിൽ വരുന്ന സ്ലൈഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ ഈ ഓർഗനൈസിങ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. To make it easier to organize and format a longer presentation, you can divide it into sections. ലോങ്ങർ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെക്ഷൻസ് ആർ നോട്ട് വിസിബിൾ ടു ദ ഓഡിയൻസ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്തൊന്നും ഓഡിയൻസിന് ഒരിക്കലും എന്ത് വിസിബിൾ ആവില്ല, സെക്ഷൻസ് വിസിബിൾ ആവില്ല. ബട്ട് ദേ ഹെൽപ്പ് യു ഓർഗനൈസ് യുവർ സ്ലൈഡ് ലോജിക്കലി ആൻഡ് ഫോർമാറ്റ് ദം എഫിഷ്യൻ്റ്ലി. പക്ഷേ ഇത് എന്തിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ സ്ലൈഡ്സിനെ എഫിഷ്യൻ്റായിട്ടും ലോജിക്കായിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. You can hide whole set of slides under their section titles. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വലിയ ഇത്രയും നീളത്തിലുള്ള സ്ലൈഡ്സിനെയൊക്കെ എന്ത് ചെയ്യാം, കുട്ടി സെക്ഷൻ, അതായത് ചെറിയ ഹെഡിങ്ങിൻ്റെ കീഴിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് ദ സെക്ഷൻ മേക്ക് ഇറ്റ് ഈസിയർ ടു ഫോക്കസ് ഓൺ one part of a presentation section for each person to delimitate who is responsible for each slides. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളൊരു എക്സാമ്പിളായിട്ട് എടുക്കുക, ഒരു സെമിനാർ ലൈക്ക് പ്രസൻറ്റേഷൻ എന്തെങ്കിലും നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 4-5 പേരുണ്ട്, ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കായിട്ട് ഓരോ സെക്ഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഇന്ന വ്യക്തിക്ക് ഈ സെക്ഷൻ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള സെക്ഷൻ ഇങ്ങനെ ആദ്യത്തെ കുട്ടിക്കാണ്, രണ്ടാമത്തെ കുട്ടിക്ക് അടുത്ത കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ് എന്നൊക്കെയുള്ള മൂന്നാമത്തെ കുട്ടിക്ക്, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് എന്ത് സഹായിക്കും, ഈ സെക്ഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. Okay. In both normal view and slideshow view, sections are designed by title above their slides. They are not appear in other view and they do not create slides or otherwise interrupt the flow of the presentation. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഈ സെക്ഷൻസ് എന്ത് ബാധിക്കത്തില്ല, നമ്മളെ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷനോ നമ്മുടെ നോർമൽ വ്യൂവിനെ ബാധിക്കത്തില്ല. അത് ജസ്റ്റ് നമുക്ക് ഒരു അറിവിലേക്ക് മാത്രം ഇങ്ങനെ സെക്ഷനായിട്ട് തംബ്നെയിൽ പെയിൻ എന്നുള്ള ഒരു സൈഡിലും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിരിക്കത്ത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ സ്ലൈഡ് ഷോയിനെ ഇത് ബാധിക്കത്തേയില്ല. ഇതിൻ്റെ ഹെഡിങ്സ് ഒന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, സ്ലൈഡ് ഷോ പ്രസൻറ്റേഷനകത്ത് കാണാനായിട്ടും പറ്റില്ല. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സെക്ഷൻസ് ആഡ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം സെക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന്. ഇൻ ദ തംബ്നെയിൽ പെയിൻ, select the first slide that falls into the section that you want to create. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, തംബ്നെയിൽ പെയിനകത്ത് നമ്മുടെ സ്ലൈഡ്സ് ഏതൊക്കെ സെക്ഷനിലാണ് ഓരോ സ്ലൈഡ്സ് കൊണ്ടുവരേണ്ടതെന്ന് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ള ഈ എൻവിയോൺമെൻറ്റ് എന്നുള്ള ഈ ഒരു പ്രസൻറ്റേഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ഈ
എന്ത് ചെയ്യണം, നമ്മുടെ സെക്ഷൻസ് ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ലൈഡിനെ സെലക്ട് ചെയ്യുക. ആദ്യത്തെ സ്ലൈഡ് ഇതാണ്. സ്ലൈഡിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം ടാബിൽ നമ്മുടെ സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഈ ലേ ഔട്ടിനും റീസെറ്റും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും താഴത്തെ ഓപ്ഷനാണ് എന്ത്, സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷനകത്ത് നമ്മൾ കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട്, ഓർഗനൈസ് യുവർ സ്ലൈഡ്സ് ഇൻ ടു സെക്ഷൻസ്. നിങ്ങളുടെ സ്ലൈഡ്സിനെ എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്ത് സെക്ഷൻസ് എന്നാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ആഡ് സെക്ഷൻ എന്നുള്ളത് വരും. ആഡ് എ സെക്ഷൻ ടു യുവർ പ്രസൻറ്റേഷൻ. നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യാം, സെക്ഷൻസ് ആഡ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ റീനെയിം സെക്ഷൻ എന്നും റിമൂവ് സെക്ഷൻ, റിമൂവ് ഓൾ സെക്ഷൻസ്, കൊളാപ്സ് ഓൾ സെക്ഷൻ, എക്സ്പാൻഡ് ഓൾ സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ആക്റ്റീവ് അല്ല. നമുക്ക് നോക്കാം ഓരോ സെക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആക്റ്റീവ് ആവുമെന്നും നമുക്കിതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അടുത്ത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ സെക്ഷൻ എന്നുള്ളത് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് സെക്ഷൻ. ആഡ് സെക്ഷൻ എന്ന് കൊടുത്തപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നു. ഇവിടെ എന്ത് ചെയ്യാം, സെക്ഷനിൽ എനിക്ക് പേര് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് പേര് മീൻസ് ഒരു ടൈറ്റിൽ. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി വരുന്നത് അൺടൈറ്റിൽഡ് സെക്ഷൻ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇതിന് ഇൻട്രൊഡക്ഷൻ, ഈ ആദ്യത്തെ 2 സ്ലൈഡ്, ഈ 1, 2 എന്നുള്ള 2 സ്ലൈഡിനെ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ആദ്യത്തെ സെക്ഷൻ എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് പേര് കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ 2 സ്ലൈഡ്സ് എന്താണ്, ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്തത് ഞാൻ 3-ാമത്തെ സ്ലൈഡും 4-ാമത്തെ സ്ലൈഡും എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ മെയിൻ കണ്ടൻറ്റ് ഇതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഓക്കെ, മെയിൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് മാത്രം കൊടുത്താലും മതി. നമുക്ക് എന്താണ് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ജസ്റ്റ് സെറ്റ് ചെയ്തിരുന്നത്. കണ്ടൻറ്റ് എന്ന് ഞാൻ ഇതിന് റീനെയിം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ 2 സ്ലൈഡ് ഇൻട്രൊഡക്ഷനും ഈ 3ഉം 4ഉം എന്തായി, കണ്ടൻറ്റുമായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഇതിന് താഴേക്കുള്ളതും ശരിക്കും ഈ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഇതിനകത്താണ് വരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 സ്ലൈഡ്, ലാസ്റ്റത്തെ 2 സ്ലൈഡിന് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 5-ാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് സെക്ഷൻ ആഡ് ചെയ്യാൻ പോവുക. സെയിം നമ്മുടെ ഹോം ടാബിൽ സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ബാക്കി റിമൂവ് ഓൾ സെക്ഷൻസും കൊളാപ്സ് ഓൾ സെക്ഷൻ, എക്സ്പാൻഡ് ഓൾ സെക്ഷൻ ഇതെല്ലാം നമുക്ക് എന്തായിട്ടുണ്ട്, ആക്റ്റീവായി വന്നിട്ടുണ്ട്. ആഡ് സെക്ഷൻ കൊടുത്തു. ഇവിടെ ഞാൻ കൺക്ലൂഷൻ എന്ന് കൊടുക്കാൻ പോവുകയാണ്. കൺക്ലൂഷൻ. ഓക്കെ, ഞാൻ കൺക്ലൂഷൻ എന്ന് കൊടുത്ത് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഓരോ 2 സ്ലൈഡ് വിട്ട് വരുമ്പോഴും ആദ്യത്തെ സ്ലൈഡ് ഇത് 2ഉം ഇൻട്രൊഡക്ഷൻ ആണെന്നും ഇത് 2ഉം കണ്ടൻറ്റ് ആണെന്നും 3-ാമത്തെ ഇത് ഇത്ര എന്താണ്, കൺക്ലൂഷൻ ആണെന്നും ഓരോ 2 സ്ലൈഡ് മാറുന്നതിനിടയ്ക്കും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടൈറ്റിൽ ഫോർമാറ്റിൽ ഇത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഈ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഇങ്ങനെ ഒരു ടൈറ്റിലായി കിടക്കും. അത്രയും നമ്മുടെ സ്ലൈഡ്സ് എന്തായിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്താൽ, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ സ്ലൈഡ്സ് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് വരത്തുള്ളൂ. കണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പാൻഡ് ചെയ്തും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സെക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടു റീനെയിം എ സെക്ഷൻ. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ സെക്ഷൻ എങ്ങനെ നമുക്ക് റീനെയിം ചെയ്യാം. യു ക്യാൻ റീനെയിം യുവർ സെക്ഷൻ ടു ഡിസ്റ്റിങ്വിഷ് ദ സ്ലൈഡ് കണ്ടൻറ്റ് ടു ഈച്ച് സെക്ഷൻ ബൈ ഫോളോയിങ് ദ സ്റ്റെപ്സ്. ഓരോ സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, താഴെ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമുക്കിത് റീനെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. In the thumbnail pane, right click the section heading that
യു വാണ്ട് ടു റീനെയിം, നിങ്ങൾക്ക് റീനെയിം ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് കണ്ടൻറ് എന്നുള്ളതാണ് റീനെയിം ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതെന്ത് ചെയ്യണം, ഈ സെക്ഷൻ്റെ അവിടെ വരിക, വരുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ ഒരു റെഡ് ലൈൻ നമുക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടൻറ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് 2 സ്ലൈഡ്സ്, എത്ര സ്ലൈഡ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അവരതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വന്ന ഓപ്ഷൻ എന്താണ്, റീനെയിം സെക്ഷൻ. റീനെയിം സെക്ഷൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ റിമൂവ് സെക്ഷൻ ഉണ്ട്. റിമൂവ് സെക്ഷൻ ആൻഡ് സ്ലൈഡ്സ് ഉണ്ട്. സ്ലൈഡും സെക്ഷനും ഒരുമിച്ച് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ഓൾ സെക്ഷൻസ്, എല്ലാ സെക്ഷനും ഒരുമിച്ച് റിമൂവ് ചെയ്യാം. മൂവ് സെക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ, താഴേക്കും മുകളിലേക്കും നമുക്ക് സെക്ഷൻസിനെ ചേഞ്ച് ചെയ്യാം. കൊളാപ്സ് ഓൾ സെക്ഷൻ, എക്സ്പാൻഡ്, കൊളാപ്സ് ചെയ്യാനും പറ്റും, എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം ചെയ്ത് നോക്കാം. റീനെയിം വരുമെന്ന്. അപ്പോൾ ഞാൻ ഈ കണ്ടന്റ് എന്നുള്ളത് മെയിൻ കണ്ടന്റ് എന്നോ അല്ലെങ്കിൽ ഞാൻ തീം ഒന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ തീം എന്നാണ് കൊടുത്തത്. സോറി, THEME. ഓക്കെ, ഞാനിവിടെ തീം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ രണ്ടാമത്തെ സെക്ഷൻ്റെ നെയിം മാറി തീം എന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം ചേഞ്ച് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ സെക്ഷൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്താണ്, ഇവിടെ സെക്ഷൻ എന്നുള്ളതിൽ വരിക. ഫസ്റ്റ് എനിക്ക് ആദ്യം നമ്മൾ ഈ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ മാത്രമേ ഇതെല്ലാം എന്ത് ചെയ്യത്തുള്ളൂ, ആക്റ്റീവായി വരത്തുള്ളൂ. നമുക്ക് ഏതാണോ മാറ്റേണ്ടത് അത് ആ സെക്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ സ്ലൈഡ്, ഏതാണ് സ്ലൈഡ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് സെക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എന്ത് തന്നെയാണ് കൊടുക്കുന്നത്, കണ്ടൻറ്റ് എന്നാണ് പിന്നെ എൻ്റെ സെക്ഷന് ഞാൻ കൊടുത്തു. ദെൻ റീനെയിം. ഇപ്പോൾ എന്തായിട്ടുണ്ട്, പിന്നെയും പഴയ പോലെ കണ്ടൻറ്റ് എന്നുള്ള പേര് തന്നെ അത് റീനെയിം ആയിട്ടുണ്ട്. അടുത്തത് ഇനി എങ്ങനെയാണ് ഈ സെക്ഷൻസിനെ റിമൂവ് ചെയ്യേണ്ടത്. To remove a section in the thumbnail pane, right click the section heading that you want to remove. നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് thumbnail പെയിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. thumbnail പെയിൻ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, സെക്ഷൻ മെനു അപ്പിയേഴ്സ് ആൻഡ് സെലക്ട് റിമൂവ് സെക്ഷൻ കമാൻഡ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, റിമൂവ് സെക്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനാണ് റിമൂവ് സെക്ഷൻ എന്നുള്ളത്. ആ കമാൻഡിനെ സെലക്ട് ചെയ്യുക. സെക്ഷൻ ഈസ് റിമൂവ്ഡ്. എന്ത് സംഭവിച്ചു, ആ ഒരു സെക്ഷനെ റിമൂവായി. ഒന്നുകൂടെ നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഈ കണ്ടന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, റിമൂവ് സെക്ഷൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഉണ്ടായിരുന്ന സെക്ഷൻ റിമൂവായി പോയിട്ടുണ്ട്. There are many sections prior to the selection that you remove. The slides from the removed section will incorporated with the previous section. previous sectionനകത്ത് എന്ത് സംഭവിക്കും, നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ സെക്ഷൻ പകരം എന്ത് ചെയ്യും, അത് മുമ്പിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് എന്ത് സംഭവിച്ചു, നമ്മുടെ ഈ രണ്ട് സ്ലൈഡ്സ്, ഇത് രണ്ട് നമ്മൾ കണ്ടന്റിനകത്ത് കൊടുത്തിരുന്ന സ്ലൈഡ്സ് ആണ്. കണ്ടന്റ് എന്നുള്ള സെക്ഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു, ഈ രണ്ട് സ്ലൈഡ്സ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനകത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. There are also 2 or more options, remove section slide and remove all sections. ഇതുകൂടാതെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സ്ലൈഡ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, ഓൾ സെക്ഷൻ, എല്ലാ സെക്ഷനും ഒരുമിച്ച് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്കിപ്പോൾ സ്ലൈഡ് സെക്ഷന് മാത്രം വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, സെക്ഷൻസ് മാത്രം റിമൂവ് ചെയ്യാം. നമുക്കിപ്പോൾ സെക്ഷൻ മാത്രം ഒന്ന് റിമൂവ് ചെയ്യാം, സെക്ഷൻസ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. റിമൂവ് ഓൾ സെക്ഷൻസ്. ഇപ്പോൾ എല്ലാ സെക്ഷൻസും പോയിട്ടുണ്ട്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ഇല്ല, കണ്ടന്റ് ഇല്ല, കൺക്ലൂഷൻ ഇല്ല, എല്ലാം ഒറ്റ സ്ലൈഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിത്രയാണ് നമ്മളിന്ന്
സെക്ഷൻസിനെ പറ്റിയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന്. അതിനകത്ത് സെക്ഷൻ എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ മീൻസ് സെക്ഷനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പവർ പോയിന്റിന് അറേഞ്ച് ചെയ്തിടാം. അതുകൂടാതെ ഈ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ബോക്സ്, അതിനകത്തുള്ള എഡിറ്റിംഗ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടീച്ചേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.